Hi friends, Learn Programming in Malayalam ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് C#ലെ ഓപ്പറേറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് നമുക്ക് കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. നമ്മളത് യൂസ് ചെയ്യുന്നത് ബേസിക്കലി മാത്തമാറ്റിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള സിമിലർ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള എക്സാക്ട്ലി സെയിം കൺസെപ്റ്റ് തന്നെയാണിത്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് നമുക്ക് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വേരിയബിൾ നമുക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ അതിലൊരു വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ടൊക്കെയാണ്. നമുക്കിവിടെ ഒരു നമ്പർ വേരിയബിൾ, ഇവിടെ നമ്പർ 1 എന്ന് പറയുന്ന വേരിയബിൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ അതിൽ നമ്പർ 1 = 100 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്പർ 1 എന്ന് പറയുന്ന വേരിയബിളിൽ ഇപ്പോൾ വാല്യൂ 100 ആണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു വാല്യൂ ഒരു വേരിയബിളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. പിന്നെ നെക്സ്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്സിലൊക്കെ പഠിച്ചേക്കുന്ന അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നമുക്ക് പ്രോഗ്രാമിങ്ങിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിവിടെ ഒരു പുതിയൊരു വേരിയബിൾ നമ്പർ 2 എന്ന് പറഞ്ഞ് ഇവിടെ ഡിക്ലെയർ ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഈ രണ്ട് വേരിയബിൾസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊരു ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഈ രണ്ട് വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നതായിരിക്കും. നമ്മളിവിടെ നമ്പർ 1 പ്ലസ് നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഔട്ട്പുട്ട് 100 + 25 എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ബാക്കി സബ്സ്ട്രാക്ഷനും ഡിവിഷനും അങ്ങനെ നോർമൽ ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് പ്രോഗ്രാമിങ്ങിൽ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അതുകൂടാതെ നെക്സ്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സാണ്. അപ്പോൾ അതിൽ നമുക്ക് ഈക്വാലിറ്റി ചെക്കിങ്, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അങ്ങനത്തെ ഓപ്പറേറ്റേഴ്സാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഈക്വാലിറ്റി ചെക്കിങ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഒരു ഈക്വൽ ടു കൊടുത്തൊരു വാല്യൂ റൈറ്റ് സൈഡിൽ കൊടുക്കുമ്പോൾ ആ ഒരു വേരിയബിളിൽ ആ വാല്യൂ അസൈനാണ് നടക്കുന്നത്. പക്ഷേ നമുക്ക് സപ്പോസ് ഇപ്പോൾ നമ്പർ 1 = നമ്പർ 2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷനിലാണ് ആക്ച്വലി നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈക്വാലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഡബിൾ ഈക്വൽ ടു യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എപ്പോഴും റിട്ടേൺ ചെയ്യുന്നത് ഒരു ബൂളിയൻ കണ്ടീഷൻ ആയിരിക്കും. അതൊരു ട്രൂ വാല്യൂ അല്ലെങ്കിൽ ഒരു ഫോൾസ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും ഫോൾസ് എന്നാണ് വന്നിരിക്കുന്നത്. കാരണം 100 എന്ന് പറയുന്ന നമ്പർ 25 എന്ന് പറയുന്ന വാല്യൂവിന് ഈക്വൽ അല്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നോട്ട് ഈക്വൽ ടു ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്നതിൻ്റെ സിമ്പിൾ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ നോട്ട് ഈക്വൽ ടുവിന് വേണ്ടി കോഡ് എഴുതിയിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് ട്രൂ എന്നാണ്. കാരണം 100 എന്ന് പറയുന്ന വാല്യൂ നോട്ട് ഈക്വൽ ടു 25 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് ട്രൂ ആണ്. കാരണം 100 നോട്ട് ഈക്വൽ ടു 25 ആണ്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഒരു ജനറൽ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്ന് എഴുതി നോക്കാം. അതായത് if else സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇതിൽ നമ്മൾ നമ്പർ 1 നോട്ട് ഈക്വൽ ടു നമ്പർ 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മളിവിടെ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. കണ്ടീഷൻ 1 ഈസ് ട്രൂ എന്ന് കൊടുക്കുന്നു.
അപ്പോൾ ഇതിൻ്റെ ഒരു എൽസ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമ്മൾ മറ്റൊരു പ്രിൻറ്റ് മെസ്സേജാണ് കൊടുക്കുന്നത്. അതായത് ഇഫിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമ്മളിവിടെ കണ്ടീഷൻ 2 ഈസ് ട്രൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ ഇത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വന്നു കണ്ടീഷൻ 1 ഈസ് ട്രൂ. കാരണം നമ്പർ 1 നോട്ട് ഈക്വൽ ടു ട്രൂ 2 നമ്പർ 2 എന്ന് പറയുന്നത് ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതൊരു സിംഗിൾ കണ്ടീഷനാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ നമുക്ക് മെയിൻലി 2 എണ്ണമാണ് ഉള്ളത്. ഒന്ന് ആൻഡ് ഓപ്പറേറ്ററും ഇത് ഓർ ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആൻഡ് ഓപ്പറേറ്റർ ഓർ ഓപ്പറേറ്ററൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വരുമ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിലാണെങ്കിൽ നമ്പർ 1 നോട്ട് ഈക്വൽ ടു നമ്പർ 2 എന്ന ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ മറ്റൊരു കണ്ടീഷനും കൂടി കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻഡ് കൊടുത്താൽ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ ആൻഡ് ഒരു ട്രൂ വാല്യൂ റിട്ടേൺ ചെയ്യുള്ളൂ. അപ്പോൾ ഓറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഓർ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രം ട്രൂ ആയാൽ മതി. അപ്പോൾ നമുക്കിതൊരു എക്സാമ്പിൾ റൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു പുതിയ ഒരു കണ്ടീഷൻ ഇവിടെ ആഡ് ചെയ്യാണ്. നമ്പർ 1 ഈക്വൽ ടു 100. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മളിങ്ങനെ വേണം വായിക്കാനായിട്ട്. നമ്പർ 1 നോട്ട് ഈക്വൽ ടു നമ്പർ 2 എന്ന് പറയുന്ന കണ്ടീഷനും ട്രൂ ആവണം. പിന്നെ നമ്പർ 1 ഈക്വൽ ടു 100. അപ്പോൾ ഈ ഒരു 2 കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബ്ലോക്കിലേക്ക്, അതായത് ഈ ഒരു ഇഫ് ബ്ലോക്കിലേക്ക് പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഇതൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് റൺ ചെയ്തപ്പോൾ നമുക്ക് വന്നു കണ്ടീഷൻ 1 ഈസ് ട്രൂ. കാരണം ഈ 2 കണ്ടീഷൻസും ട്രൂ ആണ്. നമ്പർ 1 ഈക്വൽ ടു 100 എന്നും ഈ നമ്പർ 1 നോട്ട് ഈക്വൽ ടു നമ്പർ 2 എന്നതും. അപ്പോൾ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ ഫോൾസ് ആക്കുവാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നമ്പർ 1 നോട്ട് ഈക്വൽ ടു 100 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. കാരണം നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ അത് പ്രോഗ്രാം ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കാണാം കണ്ടീഷൻ ട്രൂ ഈസ് ട്രൂ. അതായത് ഈ ഒരു കണ്ടീഷൻ ഫോൾസായി. അപ്പോൾ ആൻഡ് ഓപ്പറേറ്റർ 2 കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ മാത്രമേ ട്രൂ വാല്യൂ റിട്ടേൺ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു എൽസ് കണ്ടീഷനിലേക്ക് ഈ ഒരു ഔട്ട്പുട്ട് കയറി. അതുകൊണ്ടാണ് നമ്മുടെ സെക്കൻഡ് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അതാണ് ആൻഡ് ഓപ്പറേറ്റർ. പിന്നെ നമുക്ക് ഓർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഓർ യൂസ് ചെയ്യാനായിട്ട് 2 പൈപ്പ് സിമ്പിളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഓർ വർക്ക് ചെയ്യുന്നത് ബേസിക്കലി ഏതെങ്കിലും ഒരു കണ്ടീഷൻ, ഒന്നില്ലെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലെ കണ്ടീഷൻ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലെ കണ്ടീഷൻ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഓർ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആയിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇതിലെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ്, പക്ഷേ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫാൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഔട്ട്പുട്ട് കാണാം കണ്ടീഷൻ 1 ഈസ് ട്രൂ. കാരണം ഇതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയതുകൊണ്ട് ഇത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആയാലും ഈ ഓർ എന്ന് പറയുന്ന കണ്ടീഷണൽ ഓപ്പറേറ്റർ ഈ ട്രൂ വാല്യൂ തന്നെ റിട്ടേൺ ചെയ്യും. അതുകൊണ്ട് ഇഫ് കണ്ടീഷൻ്റെ ബ്ലോക്കിലേക്ക് അത് പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുന്നതാണ്. പിന്നെ നമുക്ക് നോക്കേണ്ടത് ടെർണറി ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഷോർട്ട് ആൻഡ് സിമ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു ബൂളിയൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഈസ് നമ്പർ 1 ഈസ് ലാർജർ. അതായത് നമ്പർ 1 ലാർജർ ആണോ അല്ലയോ എന്നുള്ള ഒരു ബൂളിയൻ കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ ടെർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മളാകെ കൊടുക്കുന്നത് നമ്പർ 1 ഗ്രേറ്റർ ദാൻ നമ്പർ 2
അങ്ങനെ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് സിമ്പിളാണ് ടെർണറി ഓപ്പറേറ്ററിൽ യൂസ് ചെയ്യുന്നത്. ഒരു ട്രൂ വാല്യൂ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഒരു കോളൻ കൊടുക്കുന്നു. അപ്പോൾ കോളൻ കഴിഞ്ഞ് കൊടുക്കുന്നത് ഒരു എൽസ് കണ്ടീഷനിൽ വരുന്ന വാല്യൂ ആണ്. അപ്പോൾ ഇത് ഒരു ഫാൾസ് വാല്യൂ നമ്മൾ കൊടുക്കുന്നു. ഇനി നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇത് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൽ നമുക്കിവിടെ ട്രൂ എന്ന് വന്നിട്ടുണ്ട്. കാരണം നമ്പർ 1 100 ആണ്. 100 ഗ്രേറ്റർ ദാൻ നമ്പർ 2, അതായത് 25 എന്ന് പറയുന്നത് ട്രൂ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ട്രൂ വാല്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ടെർണറി ഓപ്പറേറ്റർ. അപ്പോൾ ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം ഒരു കണ്ടീഷൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക്. ഈ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ വേണമെങ്കിൽ ഒരു ഈഫിൻ്റെ ഒരു ബ്ലോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് അത് ട്രൂ ആണെങ്കിൽ കൊടുക്കേണ്ട വാല്യൂ നമ്മൾ ഇവിടെ ട്രൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ വേരിയബിൾ ഒരു ബൂളിയൻ വാല്യൂ ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് എൽസ് ബ്ലോക്കിന് സമാനമാണ് ഈ ഒരു കോളൻ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ഫോൾസ് വാല്യൂ. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ടെർണറി ഓപ്പറേറ്റർ കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോഡ് 1 ലൈൻ ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് 6-7 ലൈൻ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ നമുക്കൊരു സിംഗിൾ ലൈനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ടെർണറി ഓപ്പറേറ്റർ കൊണ്ടുള്ള പ്രയോജനം. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് മറ്റൊരു അഡ്വാൻസ്ഡ് ഓപ്പറേറ്റർ കൂടിയുണ്ട്. അത് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോയിലായിരിക്കും പഠിക്കുന്നത്.